ദുൽഖർ സൽമാന്റെ അറിവോടുകൂടി സ്ത്രീകളെ വിളിച്ചു വരുത്തി ചെയ്യിപ്പിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു പരാതിയുമായിട്ട് പോകാനാണ് അണ്ണന്മാരുടെ പുതിയ നീക്കം. അത് തന്നെയാണെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാമല്ലോ. ഇതിൽ വേറെ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ, ഇതാരാണ് ഈ സംഭവം കൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്ന്. പക്ഷെ അത് തേഞ്ഞുപോയി. ആ ഒരു പ്ലാനും കറക്റ്റായിട്ട് ഏറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നവന്, അതായത് ദുൽഖറിന്റെ സ്ഥാപനത്തിലെ സംവിധായകനാണ്, അല്ല അവിടെ വർക്ക് ചെയ്യുന്നവനാണെന്ന് പറയുന്നവന് അവിടവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അപ്പൊ ഈ ബന്ധം അല്ലെങ്കിൽ ഇങ്ങനെ ഇത് പറയാനായിട്ട് അവനെ പ്രേരിതമാക്കിയ കാര്യം എന്തായിരിക്കും? അവൻ ഏത് സംഖ്യകളുടെ മെഴുകിൽ ഇരയാക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ഏത് സംഖ്യകൾക്ക് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്നവനായിരിക്കും ഈ പറയുന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാനായിട്ട് മുന്നിലേക്ക് നിന്നത്? ഒരാണിനെ കിട്ടിയാൽ പോലും വെറുതെ വിടാത്ത ടീംസാണ്. അപ്പോൾ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അല്ലേ? കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം അനന്തു എന്ന് പറയുന്ന പയ്യൻ്റെ മരണക്കുറിപ്പിൽ അവൻ പറയുന്നത് നമ്മൾ കണ്ടതാണ്. അമ്മാതിരി വൃത്തികെട്ട രീതിയിൽ അവൻ്റെ അച്ഛനെ പോലും, അതായത് RSSൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആരെയും വിശ്വസിക്കരുതെന്നാണ് അവൻ പറയുന്നത്. അതിനി അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും ആരാണെങ്കിലും വിശ്വസിക്കരുത്, വിഷജന്തുക്കളാണെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ നമുക്ക്